ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നൽകിയ രാവല്ലേ ബറാത്ത് രാവ്. അല്പം ചില മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. 3 യാസീൻ ഓതണം, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്, അങ്ങോട്ടൊക്കെ നമ്മൾ എത്തും. അപ്പോ അതിന്റെ മുമ്പായിട്ട് ഈ രാവിന്റെ മഹത്വം നമ്മളൊന്ന് പഠിക്കാം. ഈ രാവിന്റെ ശ്രേഷ്ഠത നമ്മളൊന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ നേട്ടങ്ങൾ, ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ, ബറാഅത്ത് രാവിന് അല്ലാഹു നൽകുന്ന വലിയ വലിയ ബഹുമാനങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകൾ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ബറാഅത്ത് രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ മഹത്വമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഹറുല്ലാഹ് റജബുൽ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി, എന്റെ മാസമായ പരിശുദ്ധമായ ശഅബാൻ മാസം, എന്റെ മാസമായ പരിശുദ്ധമായ ശഅബാൻ മാസം, എന്റെ മാസമായ പരിശുദ്ധമായ ശഅബാൻ മാസം, ആ മാസം അല്ലാഹുവിന്റെ ഹബീബ് നെഞ്ചോട് ചേർത്ത് പിടിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വചനമാണ് ശഅബാൻ മാസത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹു ശഅബാൻ മാസത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ, 12 മാസങ്ങളിൽ ഉള്ള ഒരു മാസത്തിന് മാത്രം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത് എന്റെ മാസമാ, ഇത് എന്റെ മാസമാ, ഇത് എന്റെ മാസമാണ്, ഇത് എന്റെ മാസമാ, ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട മാസമാ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച മാസമാണ്. ഒരുപാട് ഇബാദത്തുകളും ഒരുപാട് സൽക്കർമ്മങ്ങളുമായി അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ് ശഅബാൻ മാസം. ഈ ശഅബാനിൽ ഒരു രാവ് വരുന്നുണ്ട് സ്വഹാബ, ആ രാവിന് ഒരുപാട് പവർ വരുന്നുണ്ട് സ്വഹാബ. എത്രയോ രാവുകൾ നമുക്ക് കഴിഞ്ഞു പോയല്ലോ, എത്രയോ രാത്രികൾ നമുക്ക് കഴിഞ്ഞു പോയല്ലോ. ഇല്ല, ഇന്നവരെ ഒരു രാവിനും കൊടുക്കാത്ത പവർ, ഇന്നവരെ ഒരു രാവിനും കൊടുക്കാത്ത മഹത്വം, ഇന്നവരെ ഒരു രാവിനും കൊടുക്കാത്ത പവിത്രത പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ബറാഅത്ത് രാവിന് അല്ലാഹു നൽകുന്നുണ്ടെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വലിലെ പരിശുദ്ധമായ മാസത്തിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ പരിശുദ്ധമായ റമദാനിന്റെ പുണ്യമായ ഓരോ രാവുകൾക്കും അല്ലാഹു വലിയ മഹത്വം നൽകിയതാണ്. ആ റമദാനിൽ 27 രാവിൽ അല്ലാഹു വലിയ മഹത്വം നൽകിയതാണ്, അല്ലാഹു വലിയ പവർ നൽകിയതാണ്. അതേ പ്രകാരം പരിശുദ്ധമായ ശഅബാനിന്റെ 15 രാവ് അഥവാ ബറാത്തിന്റെ രാവെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന രാവില്ലേ, ആ രാവിന് അല്ലാഹു ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട് ഉമ്മത്തെ. ആ മഹത്വം ഒരാള് മനസ്സിലാക്കിയാൽ, ആ മഹത്വം ഒരാള് തിരിച്ചറിഞ്ഞാൽ, അന്നത്തെ രാവിന് അല്ലാഹു നൽകുന്ന പവിത്രത, അന്നത്തെ രാവിന് അല്ലാഹു നൽകുന്ന ശ്രേഷ്ഠത, അന്നത്തെ രാവിന് അല്ലാഹു നൽകുന്ന ബഹുമാനം ഒരു വിശ്വാസികളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യജമാനനായ റബ്ബ് നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ തരുകയാണ്. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, അറിവിന്ദിലാവുകൾക്കൊന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന ഉമ്മമാരെ, ബാപ്പമാരെ, എത്ര തിരക്കുണ്ടെങ്കിലും അന്നത്തെ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എത്ര തിരക്കുണ്ടെങ്കിലും അന്നത്തെ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എത്ര തിരക്കാണെങ്കിലും എത്ര വലിയ ബിസിയാണെങ്കിലും അന്നത്തെ രാവ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ചെറുപ്പക്കാരാ. കാരണം അത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ. അടുത്ത
ബറാഅത്ത് രാവ് വരുമ്പോ നമ്മളുണ്ടോ എന്ന് അറിയാൻ കഴിയാത്തവരാണ് നമ്മള്. ലക്ഷക്കണക്കിന് ആളുകൾ ബറാഅത്ത് രാവിന്റെ പവിത്രമായ മജ്‌ലിസിൽ പങ്കെടുത്ത് തൗബ ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് അന്നത്തെ ദിവസം നമുക്ക് തൗബ ചെയ്യണം. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ പവിത്രമായ രാവിൽ നമുക്ക് തൗബ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പൊട്ടിക്കരയാൻ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ കടന്നു വാ ചെറുപ്പക്കാരാ. നിന്നെ വിളിക്കുകയാ അറിവിന്നിലാവിന്റെ പരിശുദ്ധമായ മജ്‌ലിസ് നിന്നെ വിളിക്കുകയാ. ഇല്ല മോനെ, ഇങ്ങനൊരു അവസരം ഇനി നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം, ഇങ്ങനെ ഒരു മജ്‌ലിസിന് നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം. അതുകൊണ്ട് അറിവിന്നിലാവ് കേൾക്കുന്ന ഓരോ ഉമ്മമാരോടും ഓരോ ബാപ്പമാരോടും ഓരോ സഹോദര സഹോദരിമാരോടും പറയുകയാ, മുഴുവൻ കുടുംബങ്ങളും അറിവിന്നിലാവിന്റെ മജ്‌ലിസ് കേൾക്കുന്നവരല്ലേ. മുഴുവൻ കുടുംബങ്ങളും അറിവിന്നിലാവിന്റെ മജ്‌ലിസിനെ ഇഷ്ടപ്പെടുന്നവരല്ലേ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ്, ബറാഅത്തിന്റെ രാവിൽ നമുക്ക് യാസീൻ ഓതണോ, ബറാഅത്തിന്റെ രാവിൽ നമുക്ക് ദിക്ർ ചൊല്ലണോ. ബറാഅത്തിന്റെ രാവിൽ പ്രധാനമായ ദിക്റുകൾ ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദിക്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വലിയ പവറുള്ള ദിക്റുണ്ട്. ആ ദിക്ർ ആരെങ്കിലും ബറാഅത്ത് രാവിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഇല്ല ഒരു വിഷമവും അല്ലാഹു ആ വർഷത്തിൽ കൊടുക്കൂല, ഒരു പ്രതിസന്ധിയും അല്ലാഹു നൽകൂല. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, ആ രാവിന്റെ മഹത്വം നമ്മൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ. അന്നത്തെ ഒരു രാവിൽ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാരെ നിങ്ങൾ പറയണം, ഇന്ന് നേരത്തെ വരണം, ഇന്ന് നേരത്തെ വരണം. ഈ രാവേതെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞ രാമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞ രാമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഈ രാവിന്റെ ഒരു മഹത്വം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിൽ എടുത്തുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ ഞാൻ നമസ്കരിക്കാൻ നിൽക്കാണ്, ആയിഷ ഞാൻ നമസ്കരിക്കാൻ നിൽക്കുകയാണ്. ആയിഷ സാധാരണ നമസ്കരിക്കുമ്പോഴെല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയെ ശ്രദ്ധിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വുളു എടുത്തുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി പോയതാണ്. അല്ലാഹുവേ, സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് വരാറുണ്ട്, ഉടൻ തന്നെ തിരിച്ചു വരാറുണ്ട്. പക്ഷേ ആ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് നേരം നമസ്കരിച്ചിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കി, റബ്ബേ എന്റെ മുത്തുനബി എവിടെ, എന്റെ മുത്തുനബി എവിടെ? അല്ലാഹ് സാധാരണ നമസ്കരിക്കാൻ പോയാൽ ഉടനെ തന്നെ നമസ്കാരം കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുമല്ലോ. എന്റെ നബിയെ കാണുന്നില്ലല്ലോ, എന്റെ നബിയെ കാണുന്നില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട മുത്തു റസൂലുള്ളാഹിനെ കാണുന്നില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പതുക്കെ പതുക്കെ ചെന്ന് നോക്കുകയാ, നബി തങ്ങൾ എവിടെയാ, നബി തങ്ങൾ എവിടെയാ? അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമസ്കാരം കഴിയട്ടെ എന്ന് കരുതി തിരിച്ചു പോരുകയാ. പക്ഷേ നമസ്കാരം കഴിഞ്ഞിരുന്നില്ല. വീണ്ടും മുത്തുനബിയെ കാണാതെ വന്നപ്പോ
ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ വീണ്ടും ചെന്ന് നോക്കുകയാണ്. അപ്പോഴും മുത്തുനബി നമസ്കാരത്തിൽ തന്നെ, അപ്പോഴും നബി തങ്ങൾ നമസ്കാരത്തിലാണ്. വീണ്ടും വീണ്ടും പ്രവാചകന്റെ സമീപത്തേക്ക് ചെന്നപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലാകുമ്പോഴല്ലേ യജമാനനായ റബ്ബിലേക്ക് അടുക്കുന്ന സമയം സുജൂദിന്റെ സമയമല്ലേ? സുജൂദിന്റെ സമയത്താണ് ഒരു വിശ്വാസ റബ്ബിലേക്ക് അടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആര് നിന്നെ എന്ത് പറയട്ടടാ കൂട്ടുകാരാ, ആര് നിന്നെ കുറ്റപ്പെടുത്തടാ കൂട്ടുകാരാ, ആര് നിങ്ങളെ മോശമായി പറയട്ടെ പെങ്ങളെ, നീ കള്ളുകുടിയനാണ്, നീ വ്യഭിചാരിയാണ്, നീ മോഷ്ടാവാണ്, നീ കള്ളനാണെന്ന് പറഞ്ഞിട്ട് നിന്നെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും യജമാനനായ റബ്ബിലേക്ക് നിനക്കടുക്കണോ, യജമാനനായ റബ്ബിലേക്ക് നിങ്ങൾക്കടുക്കണോ പെങ്ങളെ? തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ്. തെറ്റ് ചെയ്യാത്തവരാരാ? പാപങ്ങൾ ചെയ്യാത്തവരാരാ? അതിൽ നിന്നെല്ലാം മടങ്ങിയിട്ട് റബ്ബിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടോ? യജമാനനായ റബ്ബ് നമുക്കൊരു കവാടം തരുന്നുണ്ട്. അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരെ, ആ റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. ആ റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. അത് നമസ്കാരത്തിലൂടെയാണ് സ്വഹാബാ. മുത്തുനബി പറയുകയാണ്, അടിമ ഉടമയായ പടച്ച റബ്ബിലേക്ക് അടുക്കുന്ന ഏറ്റവും നല്ല സമയമേതാ? എന്റെ തെറ്റുകളെല്ലാം പൊരുത്തപ്പെടിപ്പിക്കാൻ, എന്റെ പാപക്കറകളെ തൗബയെന്ന പുഴയിലെ തീരങ്ങളിലൂടെ ഒഴുക്കിവിടാൻ, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ യജമാനനായ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തന്ന അവസരം എന്നറിയോ? അത് എന്താ സ്വലാ, എന്താ സ്വലാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് നമസ്കാരത്തിന്റെ സമയമാ മോനെ, അത് നമസ്കാരത്തിന്റെ സമയമാ മോനെ, അത് നമസ്കാരത്തിന്റെ സമയമാ മോളെ. നമസ്കാരത്തിൽ തന്നെ റബ്ബിലേക്ക് നമ്മൾ അടുക്കുന്ന ഏറ്റവും നല്ല സമയമേതെന്നറിയോ? എന്താ സുജൂദ്. അത് സുജൂദിൽ കിടക്കുമ്പോഴാ, അത് സുജൂദിൽ കിടക്കുമ്പോഴാ. വേണം ചെറുപ്പക്കാരാ, പൊട്ടിക്കറിയണം, സുജൂദിൽ കിടക്കുമ്പോ ഞാനും നിങ്ങളും റബ്ബിലേക്ക് അടുക്കുന്ന ഏറ്റവും നല്ല സമയമാ. സുജൂദിലേക്ക് കിടക്കുമ്പോ, സുജൂദിൽ കിടക്കുമ്പോ ആ സമയമാണ് നമ്മുടെ ഏറ്റവും നല്ല സമയമെന്ന് മറന്നു പോവല്ലേ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, സുജൂദ് ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അടിമകളെ. സുജൂദ് ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അടിമകളെ. സുജൂദ് ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അടിമകളെ. സുജൂദിലാകുന്നവരെ, ഏത് സമയത്തും സുജൂദിലായി പടച്ച റബ്ബിലേക്ക് അടുക്കുന്നവരാരാ? അവരിലേക്ക് ഞാൻ എങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമെന്ന് യജമാനനായ പടച്ച തമ്പുരാൻ പറയുകയാണ്. അറിവിന്ദിലാവുകൾക്കൊന്ന ജനലക്ഷങ്ങളെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സദസ്സ് കേൾക്കുന്നുണ്ടോ? ചെയ്തുപോയ പാപക്കറകളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് റബ്ബിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കഴിഞ്ഞുപോയ ജീവിതത്തിലെ താളപ്പിഴവുകൾ മാറ്റിവെച്ച് ഹിദായത്തിന്റെ കരുണയുടെ പ്രകാശത്തിന്റെ ഹൃദയത്തിന്റെ ഉടമയായിട്ട് ഇനി ഒരാളെയും കുറ്റം പറയാത്ത ജീവിതം, ആരെയും വേദനിപ്പിക്കാത്ത ജീവിതം, ആർക്കും ഭാരവെക്കാത്ത ജീവിതം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? അവർക്കൊരു പ്രധാനപ്പെട്ട വഴി അല്ലാഹു ഒരുക്കുന്നത് എപ്പോഴെന്നറിയോ? ഇന്ദ സ്വലാഹ.
നമസ്കാരത്തിന്റെ സുജൂദിന്റെ സമയത്താണ്. അതുകൊണ്ട് സുജൂദ് ചുരുക്കണ്ട ചെറുപ്പക്കാരാ, ഒറ്റക്കാണ് നമസ്കരിക്കുന്നതെങ്കിൽ സുജൂദിൽ കടന്ന് പൊട്ടിക്കരയണം മോനെ, പൊട്ടിക്കരയണം മോളെ. എല്ലാ കണ്ണുനീരും സുജൂദിൽ ഒഴുകട്ടെ, എല്ലാ കണ്ണുനീരും സുജൂദിൽ ഒഴുകട്ടെ. ആ പാപഭാരങ്ങളെ ഒരിക്കലും ഇറങ്ങാത്ത പാപഭാരങ്ങൾ, ഒരിക്കലും തീരാത്ത പാപഭാരങ്ങൾ, ഒരിക്കലും പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത സമുദ്ര തിരമാലകളെ പോലെയുള്ള പാപഭാരങ്ങളല്ല. അല്ലാഹുവേ, ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോ ആ സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളോ. ആ സുജൂദിൽ കിടന്ന് റബ്ബേ കല്ല് കുടിച്ചത് പൊറുക്കണേ അല്ലാ, തെറ്റ് ചെയ്തത് പൊറുക്കണേ അല്ലാ, വ്യഭിചരിച്ചത് പൊറുക്കണേ അല്ലാ, മോഷണം നടത്തിയത് പൊറുക്കണം അല്ലാ, പാപഭാരങ്ങളെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ മുഴുവനും പൊറുക്കണം അല്ലാ എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് അടുക്കേണ്ട സമയമാണ് സുജൂദ്. മടങ്ങി വാ ഉമ്മത്തേ, മടങ്ങി വാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ പറയുകയാ. അതുകൊണ്ടാണല്ലോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഒരാൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല സമയമാണ് സുജൂദ്. അതുകൊണ്ടാണ് റബ്ബിന് മാത്രമേ നമ്മൾ സുജൂദ് ചെയ്യാനും പാടുള്ളൂ. ചില ആളുകളെ ഖബറിൻപുറത്ത് ചെന്ന് സുജൂദ് ചെയ്യാറുണ്ട്. ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് ആ ഖബറിന് വേണ്ടി സുജൂദ് ചെയ്യാം. അത് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യേണ്ടത് യജമാനനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം, അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം. ഏതെങ്കിലും ഒരു അടിമയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ ഒരു മഹത്വം? ഭാര്യ അത്രത്തോളം ഭർത്താവിനെ വഴിപ്പെടണം. പറയാൻ നിൽക്കണ്ട. സുജൂദ് ചെയ്യേണ്ടത് റബ്ബിന്റെ മുമ്പിൽ മാത്രം, സുജൂദ് ചെയ്യേണ്ടത് റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്. അപ്പൊ സുജൂദിലാണ് ഒരു മനുഷ്യൻ യജമാനനായ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള നല്ല അവസരം. ചെയ്തു പോയ പാപക്കറകളെ മുഴുവനും എണ്ണി 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 റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അല്ലാഹു തന്ന അവസരമാണ് സുജൂദ്. നബി മുഹമ്മദ് മുസ്തഫ ആരും കേൾക്കൂലല്ലോ, ആരും കേൾക്കൂല അല്ലേ? ഒരാളെ മുമ്പിലും നമ്മൾ പറയേണ്ട സുജൂദങ്ങൾ ചെയ്തിട്ട് അല്ലാഹ് ദിക്റങ്ങ് ചൊല്ലിയിട്ട് മനസ്സിലിങ്ങനെ പറയാം, റബ്ബേ ഞാൻ ചെയ്തു പോയത് മുഴുവനും, സംഭവിച്ചു പോയത് മുഴുവനും, പറഞ്ഞു പോയത് മുഴുവനും ഞാൻ മടങ്ങുകയാണ്, 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 മടങ്ങുകയാണ്. ഈ ബറാത്ത് രാവ് സാക്ഷി, ഈ പരിശുദ്ധ ശഅബാൻ സാക്ഷി, ഈ പവിത്രമായ നിന്റെ ഹബീബിന്റെ മാസമായ ശഅബാൻ സാക്ഷി. അല്ലാഹ് ഞാൻ മടങ്ങുകയാണ്, നിന്നെ നരകക്കുണ്ടിനെ ഞാൻ പേടിച്ചുകൊണ്ട് മടങ്ങുകയാണ്. കത്തിയാടുന്ന നരകത്തെ, ഭയാനകമായ ഖബറിനെ, ഖബറിന്റെ അകത്ത് വരുന്ന ഇരുട്ട് നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ ലോകത്തെ പേടിച്ച് അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന നേരം, ആ നേരം അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നതാണ്. ആ നേരം അല്ലാഹുവിന് വലിയ ഇഷ്ടമാ. ആ സമയം അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള സമയമാ. ആ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹു നമ്മെ തട്ടിമാറ്റൂല. സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹു നമ്മെ തട്ടിമാറ്റൂല. അല്ലാഹു നമ്മെ തട്ടിമാറ്റൂല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും വന്ന് നോക്കി, റബ്ബേ എന്റെ മുത്തുനബിയെ കാണുന്നില്ലല്ലോ. മുത്തുനബി നമസ്കാരത്തിലാണ്. മുത്തുനബി വീണ്ടും നോക്കിയപ്പോ നമസ്കാരത്തിലാണ്. മുത്തുനബി വീണ്ടും നമസ്കാരത്തിലാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറച്ചു നേരം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി.
നബിതങ്ങൾ എന്തേ അനങ്ങാത്തത്? മുത്തുനബി എന്തേ അനങ്ങാത്തത്? എന്റെ പ്രവാചകർക്ക് വല്ലതും സംഭവിച്ചോ? എന്റെ പ്രവാചകർക്ക് വല്ലതും സംഭവിച്ചോ? എന്റെ മുത്തുനബി എന്തേ സുജൂദിൽ കിടന്നൊന്ന് അനങ്ങാത്തത്? സാധാരണ ഇങ്ങനെ സുജൂദ് ചെയ്യുന്നത് ഞാൻ കാണാറില്ലല്ലോ, ഇങ്ങനെ നമസ്കരിക്കുന്നത് ഈ ആയിഷ കാണാറില്ലല്ലോ എന്ന് കരുതിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഇങ്ങനെ പതിയെ പതിയെ നടന്നു പോയി. എന്റെ മുത്തുനബിക്ക് വല്ലതും സംഭവിച്ചോ? സുജൂദിൽ കിടന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങാനെ വഫാത്തായോ റബ്ബേ? കാരണം ഇത്രത്തോളം മതി, ഇത്രയും സമയം സുജൂദിൽ കിടന്ന മുത്തുനബിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇത്ര തവണ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്തെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ചെറിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലിനിങ്ങനെ ഇളക്കി കൊടുത്തു. അല്ലാഹ് കാലിനിങ്ങനെ ഇളക്കി കൊടുത്ത് മുത്തുനബി വഫാത്തായോ എന്നറിയില്ലല്ലോ. സുജൂദിൽ കിടന്ന് മരണപ്പെട്ടവരെ കണ്ടിട്ടില്ലേ നമ്മള്? എത്ര ആളുകളാണ് നമസ്കരിക്കുന്നതിന്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോയത്? സുജൂദിന്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോയവർ എത്രയാണ്? അല്ലാഹ് എന്റെ പാവപ്പെട്ട ഉമ്മ നമസ്കാരത്തിന്റെ ഇടയിലാണ് അവസാനം ഒന്ന് വീണത്. എന്റെ പാവപ്പെട്ട ഉമ്മ അല്ലാഹുവേ വ്യാഴാഴ്ച ദിവസത്തിന്റെ പകലിൽ അസർ നമസ്കരിക്കുന്നതിന്റെ കടയിലാണ് എന്റെ പാവപ്പെട്ട ഉമ്മ വീണത്. എന്റെ ഉമ്മ സുഖമില്ലാതെ നമസ്കാരത്തിന്റെ കടയിൽ തന്നെ, നമസ്കാര പായിൽ, നമസ്കാര കുപ്പായത്തിൽ തന്നെയാണ് ആ പായിൽ വീണത്. അല്ലാഹ് അപ്പോഴാണ് ഞങ്ങൾ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഉമ്മ അവസാനമായി സംസാരിച്ചത് നമസ്കാര കുപ്പായം ധരിച്ചുകൊണ്ടാണ്. പാവപ്പെട്ട ഉമ്മ അസ്ർ നമസ്കരിക്കുന്നതിന്റെ കടയിലാണ്. അല്ലാഹ് പ്രഷർ കയറിയിട്ട് പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞത്. അല്ലാഹുവേ ഉമ്മയുടെ അവസാനം അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മയുടെ അവസാനം അങ്ങനെയായിരുന്നു. ഞാനാണ് വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുടുംബത്തിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് നമസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് നമസ്കാര പായയിൽ തന്നെ വീണതായിരുന്നു. ആ നമസ്കാര കുപ്പായം മരിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. മരിക്കുമ്പോ നല്ല ഈമാനോടെ നല്ല മനസ്സോടെ മരിക്കണ്ടേ? അവസാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബ് പൊരുത്തപ്പെട്ടതാവണ്ടേ? അവസാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടതാവണ്ടേ? ഉമ്മാക്ക് സ്വർഗം കൊടുക്കുന്നതാ, പാപ്പക്ക് ദീർഘായുസ് കൊടുക്കുന്നതാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ ആഗ്രഹിക്കണം ചെറുപ്പക്കാരാ. സുജൂദിൽ കിടന്ന് മരണപ്പെട്ടു പോയവരുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? സുജൂദിൽ കിടന്ന് മരണപ്പെട്ടു പോയവരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? എത്രയോ ഔലിയാക്കന്മാര് സുജൂദിൽ കിടന്ന് മരണപ്പെട്ടിട്ടുണ്ട്. എത്രയോ മഹാന്മാര് സുജൂദിൽ കിടന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ മഹദിമാര് സുജൂദിലായി ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. കൊതിക്കണം മോളെ, കൊതിക്കണം മോളെ, അങ്ങനെ ഒരു നല്ല മരണം കൊതിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മള് അല്ലാഹുവേ ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കിനതാ, ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കി തരണമല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഈ ചരിത്രം ഞാൻ പൂർത്തിയാക്കി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പതുക്കെ വന്നിങ്ങനെ തോണ്ടി നോക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാലിൽ ഇങ്ങനെ ഇളക്കി നോക്കി, കൈ കൊണ്ടല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പതിയെ വന്നുകൊണ്ട് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലിൽ ഇങ്ങനെ ഇളക്കി നോക്കി. എന്തേ
ഇത്രയും നേരം ഇത്രയും മണിക്കൂർ ഇത്രയും സമയം സുജൂദിൽ കിടന്ന മുത്തുനബി എന്തേ എഴുന്നേൽക്കാത്തത്? എന്തേ മുത്തുനബി എഴുന്നേൽക്കാത്തത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റത്. അൽഹംദുലില്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അപ്പോഴാണ് സമാധാനം വന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, നമസ്കാരം കഴിഞ്ഞ മുത്തുനബിയുടെ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഞാൻ പേടിച്ചു പോയി തങ്ങളെ, ഞാൻ പേടിച്ചു പോയി തങ്ങളെ, ഞാൻ ഭയന്നു പോയി തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നവരെ ഇത്രയേറെ സുജൂദിൽ കിടന്നത് പോലെ തങ്ങൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ, തങ്ങൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ. എത്ര നേരം തങ്ങൾ നമസ്കരിച്ചു, എത്ര നേരം നിങ്ങൾ സുജൂദിൽ കിടന്നു, ഒരുപാട് സമയം സുജൂദിൽ കിടന്നത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത് തങ്ങളെ, ഞാൻ കണ്ടത് തങ്ങളെ, ഞാൻ കണ്ടത് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഞാൻ നമസ്കാരത്തിലായിരുന്നു ആയിഷ, ഞാൻ നമസ്കാരത്തിലായിരുന്നു ആയിഷ. നബിയെ, ഞാൻ പേടിച്ചു പോയി, സുജൂദിൽ നിന്ന് തല ഉയർത്താത്തത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി നബിയേ, ഞാൻ പേടിച്ചു പോയി നബിയേ. തങ്ങളെങ്ങാണ് ലോകത്തോട് വിട പറഞ്ഞോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. റബ്ബേ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞോ എന്ന് വരെ ഞാൻ പേടിച്ചു പോയി തങ്ങളെ, ഞാൻ ഭയന്നു പോയി തങ്ങളെ, ഞാൻ ഭയന്നു പോയി തങ്ങളെ. ഉടനെ തന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പേടിക്കണ്ട ആയിഷ, പേടിക്കണ്ട ആയിഷ, ഇന്നത്തെ രാത്രിയിൽ സുന്നത്ത് നമസ്കാരത്തിൽ ഒരുപാട് നേരം ഞാൻ സമയം ചെലവഴിക്കാൻ കാരണമെന്തെന്നറിയോ? ഒരുപാട് നേരം സുജൂദിൽ കിടക്കാൻ കാരണമെന്തെന്നറിയോ? അത്തദരീന അയ്യു ലൈലത്തുൽ ഹാദിഹി, ഈ രാത്രി ഏതാണെന്നറിയോ ആയിഷ? ഈ രാത്രി ഏതാണെന്നറിയോ ആയിഷ? ഈ രാത്രി വലിയ മഹത്വമുള്ള രാത്രിയാണ് ആയിഷ. ഈ രാത്രി ഏതെന്നറിയോ? ഈ രാത്രി ഏതെന്നറിയോ ആയിഷ? ആയിഷ, അത്തദരീന അയ്യു ലൈലത്തുൽ ഹാദിഹി, ഈ രാത്രി ഏതാണെന്നറിയോ ആയിഷ? ഇല്ല നബിയേ, ഈ രാത്രി ഏതാ? ഈ രാത്രി ഏതാണ് തങ്ങളെ? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹാദിഹിൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഹാദിഹിൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, മിൻ ശഅബാൻ. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹാദിഹിൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാനിന്റെ പകുതിയുടെ രാവാണ് സ്വഹാബ, ഇത് ബറാഅത്തിന്റെ രാവാണ് ആയിഷ. ഈ രാവിയേതാ? ഈ മാസമേതാ? ഈ ദിവസമേതാ? ഈ രാവിയേതാ ആയിഷ? ഈ രാവിയേതാ ആയിഷ? എന്റെ മാസമായ ശഅബാൻ, ഞാൻ ഇഷ്ടപ്പെട്ട മാസമായ ശഅബാൻ, ഞാൻ സ്നേഹിച്ച മാസമായ ശഅബാൻ, എന്റെ നെഞ്ചോട് ഞാൻ തീ ചേർത്ത് പിടിച്ച് ശഅബാനു ശഹരി, ഇത് എന്റെ മാസമാണെന്ന് ഞാൻ ചേർത്ത് പിടിച്ച പരിശുദ്ധ ശഅബാൻ. സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയ ശഅബാൻ. ഈ ശഅബാൻ മാസത്തിലെ പരിശുദ്ധമായ ബറാഅത്തിന്റെ രാമാണ് എന്ന് മുത്തുനബി ആയിഷ ബീവിയോട് പറയുകയാണ്.
ഇന്നല്ലാഹ യത്ലഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഈ രാത്രിയുടെ പകുതിയുണ്ടല്ലോ ഈ രാത്രിയുടെ പകുതിയുണ്ടല്ലോ ഈ മാസത്തിന്റെ പകുതിയുണ്ടല്ലോ അഥവാ ഈ പരിശുദ്ധമായ ശഅബാനിലെ ബറാഅത്തിനാമുണ്ടല്ലോ ആ രാവിൽ അല്ലാഹു അടിമകളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന രാവാണ് ആയിഷ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന രാവാണ് ആയിഷ റഹ്മത്തിന്റെ കരുണയുടെ നോട്ടം നോക്കുന്ന രാവാണ് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മുഅ്മിനീങ്ങളെ ബറാഅത്തിന്റെ മഹത്വങ്ങളുള്ള പ്രധാനപ്പെട്ട വിഷയം അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവിന്ദിലാവിന്റെ ജനലക്ഷങ്ങളോട് പറയുകയാണ് ഈ രാവിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആദിഹി ഇന്നല്ലാഹു യത്ലഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഇത് ശഅബാനിലെ ബറാഅത്തിനാവാ ഈ ബറാഅത്തിനാവിൽ അല്ലാഹു അടിമകളിലേക്ക് കരുണയോടെ നോക്കുന്ന രാവാൻ അല്ലാഹു അടിമകളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന രാവാൻ ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ ആരാണ് ആയിഷ ഈ ബറാഅത്തിനാവിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാരാ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ അല്ലാഹു ഒരുങ്ങി നിൽക്കുകയാണ് ആയിഷ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ടോ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എത്ര വലിയ പാപമാണെങ്കിലോ എത്ര വലിയ തെറ്റുകുറ്റങ്ങളാണെങ്കിലോ എത്ര വലിയ പാപഭാരങ്ങൾ ജീവിതത്തിൽ ചെയ്തവരാണെങ്കിലും ബറാഅത്തിനാവ് ആ ബറാഅത്തിനാവിൽ യജമാനനായ റബ്ബിലേക്ക് ഒരാൾ മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീന ആരംഭ പ്രവാചകരെ പറയുകയാണ് അല്ലാഹു അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് വയർഹമുൽ മുസ്തർഹിമീന ആരെങ്കിലും അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ചാൽ ആരെങ്കിലും അല്ലാഹുവോട് റഹ്മത്തിനെ ചോദിച്ചാൽ കരുണയെ ചോദിച്ചാൽ അല്ലാഹുവേ അവർക്ക് അല്ലാഹു കരുണയുടെ കവാടങ്ങളെ തുറന്നു കൊടുക്കുന്ന രാവാണ് ആയിഷ തുറന്നു നൽകുന്ന രാവാണ് ആയിഷ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ ബറാഅത്തിലൂടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് നമുക്കെടുക്കാൻ അല്ലാഹു തന്ന മാസമാ പാപക്കറകൾ ചെയ്തവരെ എല്ലാം പൊരുത്തപ്പെടിപ്പിച്ച് യജമാനനായ റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹു നമുക്ക് തന്ന രാവാണ് ചെറുപ്പക്കാരാ അല്ലാഹു നമുക്ക് തന്ന രാവാണ് പെങ്ങളെ അതുകൊണ്ട് അറിവിന്ദിലാവുകൾക്കൊന്ന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ടല്ലോ ഈ യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലൂടെ അറിവിന്ദിലാവ് കേട്ട് ആമീൻ പറയുന്ന ജനസാഗരങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ് സ്നേഹത്തോടെ വിനയത്തോടെ പറയുകയാണ് മുഅ്മിനീങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ ഇന്നത്തെ രാവിന്റെ ബറാഅത്തിനാവിന്റെ ആ ഒരു പവിത്രത നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ വയർഹമുൽ മുസ്തർഹിമീന ആരാണോ എന്നോട് കരുണ ചോദിക്കുന്നത് അല്ലാഹ് സ്വർഗ്ഗം ചോദിക്കുന്നവരാരാ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നതാരാ
രോഗം മാറണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നതാരാ? കടങ്ങൾ വീടണമെന്ന് പറയുന്നവരാരാ? എന്റെ രോഗം മാറണമെന്ന് പറയുന്നവരാരാ? അവര് രോഗം ഞാൻ മാറ്റിക്കൊടുക്കുന്നതാണ്. അവര് രോഗം അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കുന്നവരാണ്. പറാത്തിരാവെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ അസുഖങ്ങൾ, എന്റെ വേദനകൾ മാറണമെന്ന് പറഞ്ഞ റബ്ബിലേക്ക് പൊട്ടിക്കറിയുന്നവരാരാ? എത്ര കാലമായില്ലടാ ചെറുപ്പക്കാരാ, എത്ര കാലമായില്ലേ പ്രിയപ്പെട്ടവരെ, അസുഖങ്ങളുമായി വേദനകളുമായി നമ്മൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ഒന്ന് മടങ്ങണ്ടേ നമുക്ക്, ഒരു സുഖജീവിതം ആസ്വദിക്കണ്ടേ നമുക്ക്, ഒരു വേദനയില്ലാത്ത ലോകം നമുക്കൊന്ന് തിരിച്ചു കെട്ടണ്ടേ? എത്ര കാലമായി കഷ്ടപ്പാടും ദാരിദ്ര്യങ്ങളും കണ്ണീരും കടങ്ങളുമായി ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ, അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ. എത്ര കാലമായി നമസ്കാരങ്ങളില്ലാതെ, നോമ്പുകളില്ലാതെ, ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസുകളില്ലാതെ, നന്മയുടെ പ്രവർത്തനങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ, അതിൽ നിന്നൊരു മാറ്റം വേണ്ടേ, അതിൽ നിന്നൊരു മാറ്റത്തിന്റെ ഈമാനിന്റെ ഹൃദയത്തിലേക്ക് മടങ്ങി വരണ്ടേ. അതിനെ പറ്റിയ ഏറ്റവും നല്ല രാവാണ് ബറാഅത്തിന്റെ രാവെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടപ്പെടുത്തല്ലേ, നഷ്ടപ്പെടുത്തല്ലേ, നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹുവേ. ആ രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞ് സുജൂദ് ചെയ്തത്. ആ രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞ് സുജൂദ് ചെയ്തത്. അന്നത്തെ രാവിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ടൊരു ദിക്ർ ചൊല്ലുകയാ. അന്നത്തെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, ഞാൻ ഇന്നത്തെ രാവിലെ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. രാവിലെ സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ ദിക്ർ ഏതെന്നറിയോ? അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് ആ ദിക്ർ പറഞ്ഞു തരാൻ പോവുകയാണ്. ബറാഅത്തിരാവിന്റെ സുന്നത്ത് നമസ്കാരത്തിൽ ബറാഅത്തിരാവിന്റെ ആ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നമസ്കരിച്ചത് നമ്മൾ പറഞ്ഞവല്ലോ. അന്ന് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ സുജൂദിൽ കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം തവണ ഒരു ദിക്ർ പതിവാക്കുകയാണ്. ആ ദിക്റാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ആ ദിക്റാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹ് ഉന്നത്ത് എന്ന കിതാബിന്റെ അകത്ത് നമ്മെ പഠിപ്പിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ർ പറയുകയാണ്. ഈ ദിക്റാണ് സഹാബ, ഈ ദിക്റാണ് ആയിഷ, ഈ ദിക്റാണ് ആയിഷ, ഈ ദിക്റാണ് ആയിഷ. ബറാഅത്തിരാവിന്റെ ബറാഅത്തിരാവിലെ ഞാൻ സുന്നത്ത് നമസ്കരിച്ചപ്പോ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ ചൊല്ലിയത് ഈ ദിക്റെല്ലാം എന്നോട് കൽപ്പിച്ചതാരെന്നറിയോ? നമസ്കരിക്കാൻ നിന്നപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് വന്നു. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. ബറാഅത്തിരാവിൽ സുന്നത്ത് നമസ്കരിച്ച് റബ്ബിലേക്ക് പൊട്ടിക്കറിയുന്ന നബിയേ, ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലൂ നബിയേ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലൂ നബിയേ, ഈ ദിക്ർ തങ്ങൾ ചൊല്ലണം നബിയേ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലാൻ വേണ്ടി മുത്തുനബിയോട് പറഞ്ഞ ദിക്റാണ്. എല്ലാവരും ഒന്ന് ചൊല്ലിയേ. അഊദു ബിഅഫ്വിക മിൻ ഇഖാബിക വഅഊദു ബിറിളാക മിൻ സുഖ്തിക വഅഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അല്ലാഹ്, എത്രമാത്രം വലിയ പവറുള്ള ദിക്റല്ലേ, എത്രമാത്രം വലിയ മഹത്വമുള്ള ദിക്റല്ലേ.
فإن جبريل عليه السلام أمرني أن أذكرهن في السجود ഞാൻ സുജൂദിൽ കിടന്നപ്പോൾ ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ ഈ ദിക്ർ തങ്ങൾ ചൊല്ലൂ നബിയേ. ഈ ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് ചൊല്ലിയത്. അത് ഏത് വരെയുള്ളൂ? أعوذ بعفوك من عقابك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك أنت كما أثنيت على نفسك. അതുവരെയാണ് ആ ദിക്റുള്ളത്. അല്ലാഹുവേ അല്ലാഹ് ആ രാവിലെ എപ്പോഴെങ്കിലും ഇത് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നോക്കിയേ നിങ്ങൾ, വലിയ മഹത്വമാണ്. ആ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നങ്ങനെ പൊട്ടിക്കരഞ്ഞു എന്നാണ്. മാത്രമല്ല റബ്ബേ ഇനിയും പറയട്ടെ, ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ. അല്ലാഹുവേ ആ ദിക്ർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ദിക്റിന്റെ അർത്ഥം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ ചെയ്തു പോയ പാപക്കറകളിൽ നിന്നെല്ലാം എനിക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്തു പോയ പാപക്കറകളിൽ നിന്നെല്ലാം എനിക്ക് വേണം. എനിക്ക് അഫ്വ വേണം. എനിക്കതിൽ നിന്നൊരു മോചനം വേണം. മോചനം വേണമല്ലാ, മോചനം വേണമല്ലാ, മോചനം വേണമല്ലാ, മോചനം വേണമല്ലാ. ഞാൻ ചെയ്തു പോയ പാപക്കറകളിൽ നിന്ന് എനിക്കൊരു മോചനം വേണമെന്നാണ് ആ ദിക്റിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ. വയഗ്ഫിറുൽ ഫയഗ്ഫിറുൽ മുസ്തഗ്ഫിരീന വയർഹമുൽ മുസ്തർഹിമീൻ. അപ്പൊ റബ്ബിലേക്കന്ന് മടങ്ങുന്നവരാരാ? അവർക്ക് മുഴുവൻ ആളുകൾക്കും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന രാവാണ് ബറാഅത്ത് രാവെന്ന് നബി മുഹമ്മദ് മുസ്തഫ.